ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാർഗം. 4 കാലേ നടക്കണം. ചിലർക്ക് തോന്നിയേക്കാം ചിലർ കുടിച്ച് 4 കാലേ നടക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അത് വല്ലതും ആണോ? അതല്ല. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരമ്മ സൂചിപ്പിച്ച കാര്യമാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ മകൻ 2 കാലയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുള്ളത്. പക്ഷേ മദ്യപിച്ച് തിരിച്ചു വരുമ്പോൾ 4 കാലയിലാണ് വരാറുള്ളത്. ഞങ്ങൾ മടുത്തു. ഇത് കണ്ട് ഈ അവസ്ഥ കണ്ട് ഞങ്ങളുടെ മനസ്സ് മടുത്തു. കുടുംബത്തിൽ അതുപോലത്തെ പ്രശ്നങ്ങളാണ് ഈ ഒരൊറ്റ സംഭവം കാരണം, മകൻ്റെ മദ്യപാനം. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. അവർ 4 കാലേ തിരിച്ചു വരുന്നൊരു കാര്യം സൂചിപ്പിച്ചെങ്കിലും നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ 4 കാലേ നടക്കണം. ഏതൊക്കെയാണ് ആ 4 കാലുകൾ? അതിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ പ്രാധാന്യമുണ്ടാകണം. ഉണ്ടെങ്കിൽ അത് നമ്മെ സ്വർഗത്തിന് യോഗ്യരാക്കും. ഒന്നാമത്തെ കാലാണ് അനുതാപം എന്ന് പറയുന്നത്. അനുദപിക്കാതെ ആർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും? അതാ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുദപിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ നിങ്ങളും നശിക്കും. അതാണ് വചനം പഠിപ്പിക്കുക. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും നശിക്കും. അത് വരാതിരിക്കണമെങ്കിൽ അനുതാപം വളരെ പ്രധാനപ്പെട്ടതാണ്. ലൂക്കാ 15:7 വായിച്ചാൽ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവും. പ്രഭാഷകൻ 17:24 കൂടി എടുക്കുകയാണെങ്കിൽ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകുന്നു. പക്ഷേ അനുതാപത്തോടെ നമ്മൾ തിരിച്ചു വരാൻ തയ്യാറാകണം. എത്ര മാരകമായ പാപത്തിൽ വീണവർക്കും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് യെശയ്യാ 1:18 മുതൽ വായിക്കുമ്പോൾ, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം. നീ ഒന്ന് തിരിച്ചു വന്നാൽ മതി. തിരിച്ചു വരാനുള്ള തീരുമാനമെടുത്ത് അനുസരിക്കാൻ നീ തയ്യാറായാൽ മതി. സങ്കീർത്തനം 34:18 പറഞ്ഞിട്ടുണ്ട്, ഉരുകിയ മനസ്സ്, നുറുങ്ങിയ ഹൃദയം കർത്താവിനെ നിരസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് സ്വർഗം അവകാശമാക്കാൻ സാധിക്കും എന്നുള്ളത് ഈ വചനവും നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. റോമ 2-ാം അധ്യായം 4-ാമത്തെ വചനം നമുക്കറിയാലോ. ദൈവകരുണയുടെ ലക്ഷ്യം പോലെ എന്താണ്? അനുതാപം. അവിടെ നമ്മൾ അനുദപിക്കാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗത്തിന് നമ്മൾ അർഹരാകും. രണ്ടാമത്തെ കാര്യമാണ് പ്രാർത്ഥന. അനുതാപം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. മത്തായി 18:19 പറയുന്നുണ്ട്, 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്നായ പിതാവ് നടത്തി തരും. അതുകൊണ്ട് നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന്, കർത്താവേ, ഞങ്ങളിൽ ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലെത്തണം, അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ പോകാതിരിക്കുമോ? 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്നായ പിതാവ് നടത്തി തരും. അമേരിക്കയിൽ എനിക്കറിയാം, 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ ആകപ്പാടെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് കുടുംബനാഥ. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കുടുംബനാഥനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് നാളോടെ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളിൽ ഒരാൾ വന്ന് അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് നാളോടെ കഴിഞ്ഞപ്പോൾ 2ാമത്തെ ആളും വന്ന്, പിന്നെ അധികം താമസിയാതെ 3ാമത്തെ ആളും വന്ന്, 5 പേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. മരിക്കാൻ പുണ്യവതിയും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ. പക്ഷേ ബാക്കി എല്ലാവരെയും ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. വേണമെങ്കിൽ ഇത് നമുക്കും സാധ്യമാണ്. ഇനി നമ്മൾ 3ാമത്തെ കാര്യമാണ് ഉപവാസം. അനുതാപം, പ്രാർത്ഥന, ഉപവാസം. ഉപവാസ പ്രാർത്ഥനയിലൂടെ ഉണ്ടായ അത്ഭുതകരമായ കാര്യങ്ങൾ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവസാന പ്രവർത്തനം 12:1 മുതൽ വായിച്ചാൽ ഒരു കൂട്ടം ഉപവാസവും പ്രാർത്ഥനയും നടന്നപ്പോൾ ജയിലിൽ കിടന്ന പത്രോസിനെ ദൈവദൂതൻ പോയിട്ട് ഇറക്കിക്കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. എസ്തേർ 4-ാം അധ്യായത്തിൻ്റെ 16 വായിക്കുമ്പോൾ കൂട്ട ഉപവാസം നടക്കുന്നത് കാണാൻ പറ്റും. ദൈവം അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ പറ്റും. എസ്ര 8:21 മുതൽ 9:5 മുതലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഉപവാസ പ്രാർത്ഥന. അതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ വളരെ കൃത്യമാണ്. പുറപ്പാട് 24-ഉം പുറപ്പാട് 34, 2 അധ്യായങ്ങൾ മോശ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 രാജാക്കന്മാർ 19, ഏലിയാ പ്രവാചകൻ 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്ന ആ ഒരു രംഗം അവിടെ കാണാൻ പറ്റും. ലൂക്കാ 4, മത്തായി 4 എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു യേശു ക്രിസ്തു 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്ന രംഗം. അതിൻ്റെയൊക്കെ ശക്തി എത്ര വലുതായിരുന്നു എന്നുള്ളത് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനത്തേതാണ് 4ാമത്തെ കാര്യമാണ് പരോപകാര പ്രവർത്തികൾ. ചിലർ മറ്റു കാര്യങ്ങൾക്കൊക്കെ തയ്യാറാകും, പക്ഷെ അവരുടെ സമ്പത്തൊന്ന് പങ്കുവയ്ക്കുന്നതോ പരോപകാര പ്രവർത്തികൾ ചെയ്യുന്നതോ അത് അവർക്ക് പറ്റത്തില്ല. പരോപകാര പ്രവർത്തികൾ ചെയ്യുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗത്തിൽ പോകാൻ എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 25 വായിച്ചാൽ അന്ത്യവിധി എന്തിൻ്റെ അടിസ്ഥാനത്തിലാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 13:16 വചനം എടുത്താൽ കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കണം, നന്മ ചെയ്യുന്നതിൽ മടുപ്പുണ്ടാകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ബലി കർത്താവിന് പ്രീതികരമാണ്. അവർക്ക് അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്.
എസെക്കിയേൽ 16:49 എടുത്താൽ സോദോം ഗൊമോറ നശിക്കാനുള്ള കാരണം അവര് തങ്ങളുടെ സമ്പത്ത് നിർധനരുമായിട്ട് പങ്കുവെക്കാൻ വിസമ്മതിച്ചു. അതായിരുന്നു അവരുടെ പാപം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 28:27 എടുത്താലോ, ഈ ദരിദ്രരുടെ നേരെ കണ്ണടച്ചാൽ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ പറഞ്ഞിരിക്കുകയാണ്, ശാപത്തിൻ്റെ മേൽ ശാപം. മറിച്ച് ദരിദ്രരെ തുണയ്ക്കാൻ തയ്യാറായാൽ നീ ഒരിക്കലും ക്ഷാമം അനുഭവിക്കത്തില്ല എന്നുള്ളതും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കാൻ. സങ്കീർത്തനം 41 മുതലുള്ള വചനഭാഗം എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദരിദ്രരെ നമ്മൾ സഹായിച്ചാൽ, തുണച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, രക്ഷ നമുക്ക് ലഭിക്കും. നോക്കിയേ, സ്വർഗത്തിൽ പോകാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദരിദ്രരെ സഹായിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ദൈവിക സംരക്ഷണം. നമ്മൾ ഈ ഒരു കാര്യത്തിന് തയ്യാറാകുമ്പോൾ, പാവപ്പെട്ടവരെ തുണയ്ക്കാൻ, പരോപകാര പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, സംരക്ഷണം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ പറ്റും, സൗഖ്യം പ്രാപിക്കാൻ അത് നമ്മെ സഹായിക്കും. ഇതൊന്നും ചെയ്യാതെ കണ്ട് നമ്മളൊരു രോഗം വരുമ്പോഴേ വലിയ വായിൽ നമ്മൾ കർത്താവെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞാലും അവിടെ വലിയ റിസൾട്ടൊന്നും നമ്മൾ കണ്ടെന്ന് വരില്ല. മറിച്ച് പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. മാത്രമല്ല വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ മാർട്ടിൻ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പരോപകാര പ്രവൃത്തികൾ ചെയ്താൽ, പാപങ്ങളെ തുണച്ചാൽ ദൈവം നമ്മെ സന്ദർശിക്കും. ദൈവം അവരുടെ അടുത്ത് വന്ന് അവർക്ക് നന്ദി പറയുന്നത്, നീ ആ ഒരു സൂപ്പ് തന്നതിന് നന്ദി. ഫൗസ്റ്റീനായുടെ കർത്താവ് പറഞ്ഞാണ്, നീ അവൾ കൊടുത്തതൊരു ഭിക്ഷക്കാരനായിരുന്നു, പക്ഷെ കർത്താവ് വന്നിട്ട് നീ എനിക്കാണ് തന്നത് എന്ന് പറഞ്ഞ് നന്ദി പറയുന്ന ഒരു രംഗം കാണാൻ പറ്റും. ഒരു ബോധ്യം നമുക്കുണ്ടായാൽ ഈ 4 കാലം നടക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അത് നമ്മെ സ്വർഗത്തിന് അർഹരാക്കുകയും ചെയ്യും. നമുക്കതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒരുമിച്ച് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.